യോഗ അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള സഹപ്രവർത്തകരെ, സ്നേഹിതരെ, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എന്റെ നാട്ടിൽ തിരുവല്ലയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തിരുവല്ല മാത്രമല്ല, അന്ന് കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല 4 മണ്ഡലങ്ങളിൽ 4ഇടത്തും അന്നത്തെ രൂപമായിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ചു. ഈ കാലഘട്ടത്തിനിടയിൽ നിരവധി ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിക്കാൻ പോയിട്ടുണ്ട്. 2025 നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷനിൽ കാണുന്ന ആവേശം, ഇത്രമാത്രം ആവേശം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുകയാണ്. എം സ്വരാജിന്റെ വിജയം ഉറക്കെ പ്രഖ്യാപിക്കുന്ന കൺവെൻഷൻ. ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചപ്പോൾ മുതൽ എങ്ങനെയാണ് ഈ നാട് ഒരു സ്ഥാനാർത്ഥിയെ നെഞ്ചിലേറ്റുന്നത് എന്നത് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. 2016 മുതലുള്ള കാലഘട്ടത്തിൽ 5 വർഷക്കാലം ശ്രീ സ്വരാജ് ഞങ്ങളോടൊപ്പം നിയമസഭയിൽ ഉണ്ടായിരുന്നു. സ്പീക്കറായിരുന്ന ശ്രീ രാമകൃഷ്ണൻ ഇപ്പോ വേദി വിട്ടുപോയി എന്ന് തോന്നുന്നു. ഞങ്ങൾ പ്രായമുള്ള ആളുകൾ പോലും വന്ന് കാതോർത്ത് നിൽക്കുന്ന പ്രസംഗങ്ങളിൽ ഒന്ന് ശ്രീ എം സ്വരാജിന്റെ പ്രസംഗമായിരുന്നു. നിലപാടുകൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ, മായം ചേർക്കാതെ വ്യക്തമായ നിലപാടുകൾ തന്റെ രാഷ്ട്രീയ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് അവതരിപ്പിക്കുവാൻ നിയമസഭയ്ക്കകത്തും പുറത്തും തന്റെ ഇടത്തോടി പറയുവാനുള്ള പ്രത്യേകമായ സിദ്ധിയുടെ ഉടമയാണ് ശ്രീ എം സ്വരാജ് എന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീതിയുക്തമായ ഒരു ലോകക്രമത്തിനു വേണ്ടി, സമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വേണ്ടി, യുദ്ധത്തിനെതിരെ എല്ലാ മനുഷ്യരെയും തുല്യരായി കാണുന്ന, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന മനുഷ്യ മഹത്വബോധത്തിന്റെ ഒരു ഉജ്ജ്വല വാഗ്മിയായി അദ്ദേഹം അവതരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അനുഭവമുണ്ട്. അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ സ്വരാജിന്റെ, അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടുകൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിജയം നമുക്ക് ഉറപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് കുറച്ചു ദിവസമായി കേൾക്കുന്ന ഒരു പദമാണ്, എനിക്കേറെ പരിചയമില്ലാത്തൊരു പദം. ഞാനപ്പോ നെറ്റിലൊന്ന് തപ്പി നോക്കിയതാ. ഒരു മുൻ ജനപ്രതിനിധി ഉപയോഗിക്കുന്ന ഒരു വാക്ക്, പിണറായിസം. ഞാൻ കമ്മ്യൂണിസം എന്ന് കേട്ടിട്ടുണ്ട്, സോഷ്യലിസം എന്ന് കേട്ടിട്ടുണ്ട്, മാർക്സിസം എന്ന് കേട്ടിട്ടുണ്ട്, ക്യാപിറ്റലിസവും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പിണറായിസം എന്ന് ഞാൻ നെറ്റിൽ, നമ്മുടെ നിർമ്മിത ബുദ്ധി ഉണ്ടല്ലോ, അതൊന്ന് പരിധി നോക്കി. അപ്പൊ പറഞ്ഞു, അങ്ങനെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേരല്ല. എന്നാൽ ഇപ്പൊ ചില കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം, ഒന്നാമത്തെ ഘടകം, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ളത് കൊണ്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വാക്കാണ്. ഒന്ന്, ഇടതുപക്ഷ ചായ്വുള്ള നിലപാടുകൾ, നയങ്ങൾ. 2, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം. കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, വികസനത്തിന്റെ കേരള മാതൃക പലതുണ്ട് ഇങ്ങോട്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം, നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങളുടെ വികസനം അടക്കം, കിഫ്ബി അടക്കം, ആദ്യമടക്കം എല്ലാ കാര്യങ്ങളും ചേർത്ത് വേണമെങ്കിൽ പിണറായിസം എന്ന് പറയാം എന്ന് പറയുമ്പോ എത്ര പോസിറ്റീവായുള്ളൊരു വാക്കാണ് അത്. ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്, മറ്റൊരു വാക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ബഹുമാന്യായ ഗോവിന്ദൻ മാഷ് ഇവിടെ പ്രഖ്യാപിച്ചു, നവകേരള നിർമ്മിതി. അതിന് ചില ദോഷൈക ദൃക്കൾ കളിയാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന വാക്കായിരിക്കാം, പക്ഷേ അത് നവകേരള നിർമ്മിതിയാണ് എന്ന് നിർമ്മിത ബുദ്ധിയുടെ നിഘണ്ടുവിൽ പോലും വന്നെത്തിയിരിക്കുകയാണ്. കേരളം ഈ 9 കൊല്ലം കൊണ്ടുണ്ടാക്കി